ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ക്രിക്കറ്റ് ലവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇത് എന്നുള്ളൊരു സംശയമില്ല. ഞാനും പേഴ്സണലി ക്രിക്കറ്റ് കളിക്കുന്ന ആളാണ്. പക്ഷേ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഇഞ്ചുറി വരാതെ കളിച്ചിട്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കും. നിങ്ങളൊരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വാമപ്പ് മാച്ച് കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗെയിം കളിക്കാൻ, വെറുതെ ഒരു ഫൺ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളായപ്പോലും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്? ഇഞ്ചുറി ഫ്രീ ആയിട്ട് ചെയ്യുക. ഇഞ്ചുറി ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കറക്റ്റായിട്ടുള്ള വാമപ്പ് എക്സസൈസസ്. എസ്പെഷ്യലി ക്രിക്കറ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിട്ട് വരാൻ പോകുന്ന ഒരു എക്യുപ്മെൻറ്റാണ് ഈ കാണുന്ന റെസിസ്റ്റൻസ് ബാൻഡ്. അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അപ്പർ ബോഡിയിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് വാമപ്പ് എക്സസൈസാണ്. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നത് ഷോൾഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസാണ്. അപ്പോൾ ആ ഇഞ്ചുറീസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ഷോൾഡറിൻ്റെ ഒരു മൊബിലിറ്റി അല്ലെങ്കിൽ ഒരു വാമപ്പ് ഡ്രില്ലാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തു. ഇത് നിങ്ങൾക്ക് ടെറാ ബാൻഡ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു റെസിസ്റ്റൻസ് ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആവശ്യാനുസരണം നിങ്ങൾക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ കുറയ്ക്കാം. അപ്പോൾ ബേസിക്കലി എനിക്കിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബാൻഡിലുണ്ട്. ഇത് ഞാനിങ്ങനെ കണ്ടോ, എൻ്റെ റിസ്റ്റിലിട്ടതിന് ശേഷം സ്ലൈറ്റ്ലി പുള്ള് ചെയ്ത് പാരലായിട്ട് മതിലിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം കണ്ടോ, ഇതൊരു 10 ടൈംസ് ചെയ്യുക. ത്രൂ ഔട്ട് ഈ ബാൻഡിന്, റെസിസ്റ്റൻസ് ബാൻഡിനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് ഈ മൂവ്മെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു 10 ടൈംസ്, ഓരോ കൈക്കും 10 ടൈംസ് നിങ്ങളൊരു 2 സെറ്റ്സ് ചെയ്യുക. 2 സെറ്റ്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സെയിം ഒരു ഫോർമാറ്റിൽ റെസിസ്റ്റൻസ് ബാൻഡ് ഹോൾഡ് ചെയ്ത് കൈ നിങ്ങളുടെ സൈഡിലേക്ക് ഇങ്ങനെ വച്ചതിന് ശേഷം 2 സൈഡിലേക്ക് പുള്ള് ചെയ്യാം. കൈ വെറുതെ വലിക്കുകയല്ല, എൽബോ സൈഡിലേക്ക് ലോക്ക് ചെയ്ത് ഔട്ടറിലേക്ക്, റൊട്ടേഷനാണ് കേട്ടോ, എക്സ്ട്രീം റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്ത് ഒരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഓവർ ദ ഹെഡ് ഹോൾഡ് ചെയ്യുക 10 സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, ഓവർ ദ ഹെഡ് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇത് ഒരു 2 to 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ബാൻഡിന്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജിമ്മിലല്ല, നിങ്ങളുടെ വീട്ടിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങൾക്ക് ജനലിലോ ഡോറിലോ ഒക്കെ ലോക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഉണ്ടോ, ലോക്ക് ചെയ്ത് ഇത് 2 സൈഡും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് 2 കൈക്കും ചെയ്യേണ്ടതാണ്. പുള്ളി ഇത് നിങ്ങളുടെ സ്കാപ്പുല റോംബോയിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പർ ബാക്കിനെ സ്ട്രോങ് ആക്കാനായിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് പാറ്റേൺ ആണ്. കണ്ടോ, പുള്ളി ചെയ്ത് വെറുതെ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം കൈ റൊട്ടേറ്റ് ചെയ്ത്, ഇത് നിങ്ങളുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ റൊട്ടേഷനാണ് ഷോൾഡറിൻ്റെ. അപ്പോൾ എക്സ്റ്റേണൽ റൊട്ടേറ്റ് ചെയ്ത് ഇത് ഇൻറ്റേർണൽ റൊട്ടേഷൻ. കണ്ടോ, ഇത് കണ്ടോ, പുള്ളി ചെയ്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഷോൾഡറിൻ്റെ ഒരു മൂവ്മെൻറ്റ് വർക്കൗട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കിടന്നിട്ട് ചെയ്യേണ്ട കുറച്ച് ഷോൾഡറിൻ്റെ വർക്കൗട്ട്സ്, അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഈ റെസിസ്റ്റൻസ് ബാൻഡ് വെച്ച് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഷോൾഡർ നമ്മൾ ഇൻറ്റേർണലി റൊട്ടേറ്റ് ചെയ്യുന്നു, എക്സ്റ്റേർണലി റൊട്ടേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇൻറ്റേർണൽ റൊട്ടേഷനാണ്, അതിനുശേഷം എക്സ്റ്റേർണൽ റൊട്ടേഷൻ ചെയ്യാം. അപ്പോൾ അത്രയൊന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. കണ്ടോ, കൈ 2 ഫോർമാറ്റിലും ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഇത് 2 കൈക്കും ചെയ്യുക. ബേസിക്കലി നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ്, എസ്പെഷ്യലി നിങ്ങളൊരു ഫാസ്റ്റ് ബൗളറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഷോൾഡർ റിലേറ്റഡ് ഇഞ്ചുറീസ് ആയിരിക്കും. ഇപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ ആസ് എ ബൗളർ അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ, നിങ്ങൾ ഗ്രൗണ്ടിൽ നിങ്ങൾ ഫുൾ ടൈം നിൽക്കുകയല്ലല്ലോ, നിങ്ങൾ ഇങ്ങോട്ടൊക്കെ ഓടും. അതും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒത്തിരി മൂവ്മെൻറ്റ്സ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുക, ആങ്കിളിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനും നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്തു, ശേഷം ആംഗിൾ ഇട്ടതിന് ശേഷം ഉണ്ടോ, ഇത് നിങ്ങൾ കാല് സ്റ്റേബിളാക്കി വെച്ച് ആംഗിളിനെയാണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇതൊരു 10 ടൈംസ് ചെയ്യുക. കണ്ടോ, ആംഗിളാണ് മൂവ് ചെയ്യുന്നത്, കാലിനെ പുഷ് ചെയ്യരുത്. അതിന് ശേഷം പിന്നെ നിങ്ങൾ ഹിപ്പിൽ കൈവച്ച് ഹിപ്പിനെ മൂവ് ചെയ്യുക. കണ്ടോ,
ഇപ്പോൾ 2 ടൈപ്പ് മൂവ്മെൻറ്റാണ് വരുന്നത്. ഒന്ന് നിങ്ങളുടെ ആംഗിൾ മൂവ്മെൻറ്റും രണ്ടാമത് നിങ്ങളുടെ ഹിപ്പ് മൂവ്മെൻറ്റും. ഇതും 10 ടൈംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലോവർ ബോഡി ഇഞ്ചുറി ഫ്രീ ആയിട്ട് ഉള്ള ഒരു വാമപ്പ് നിങ്ങൾക്ക് ഇതിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വർക്കുണ്ട്. എന്നാലും ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബഞ്ച് ഓഫ് വളരെ പെട്ടെന്ന് ക്വിക്കായിട്ടൊരു സെഷന് മുമ്പ് അല്ലെങ്കിൽ ഒരു ഗെയിമിന് മുമ്പ് അല്ലെങ്കിൽ ഒരു മാച്ചിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ട്സാണ് ഇന്ന് ഈ വീഡിയോയിലേക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആയിക്കോട്ടെ, നല്ലൊരു വാം സെഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബാഡ്മിൻ്റൺ പ്ലേയേഴ്സും ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സും ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള വാം ഡ്രില്ലുമായിട്ട് ഞാൻ വരും വീഡിയോകളിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പോർട്ടിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ വാമപ്പ് ഡ്രിൽ എങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ AFX എന്ന് പറയുന്ന ഈ ഫിറ്റ്നസ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.